ഏറ്റവും വലിയ സാമൂഹിക വെല്ലുവിളികളിൽ ഒന്നാണ് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഈ സാഹചര്യത്തിലാണ് ഒരു സ്വകാര്യ ഡിസ്റ്റിലറി തങ്ങളുടെ പുതിയ മദ്യത്തിന് പേരിടുവാൻ പൊതുജന മധ്യത്തിൽ മത്സരം സംഘടിപ്പിച്ചത്. ഇത് അബ്കാരി ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് മാത്രമല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത നടപടിയായിട്ട് കൂടിയും സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള സ്ഥാപനത്തിന്റെ നേരെ സർക്കാർ തുടരുന്ന കുറ്റകരമായ മൗനം പ്രതിഷേധാർഹമാണ്. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു മദ്യ കമ്പനികളുടെ മാർക്കറ്റിംഗ് തന്ത്രവും സർക്കാരിന്റെ ഇരട്ടത്താപ്പും. കേരള അബ്കാരി നിയമപ്രകാരം മദ്യത്തിന്റെ പരസ്യം നൽകുന്നതിനോ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതിനോ കർശനമായി വിലക്കുണ്ട്. പേരിടയിൽ മത്സരം എന്ന പേരിൽ പൊതുജനങ്ങളെ ആകർഷിക്കുന്നത് പരോക്ഷമായൊരു പരസ്യതന്ത്രമാണ്. ജനങ്ങളുടെ സർഗാത്മകത മദ്യത്തിന് പേരിടാൻ ഉപയോഗിക്കുന്നതിലൂടെ മദ്യത്തെ ഒരു സാധാരണ ഉപഭോഗ വസ്തുവായി ചിത്രീകരിക്കുവാനാണ് കമ്പനികൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട സർക്കാർ നിശബ്ദത പാലിക്കുന്നത് ഗുരുതരമായ പിഴവാണ്. മദ്യം വിറ്റ് വരുമാനമുണ്ടാക്കുന്ന സർക്കാർ 2016 ലഹരി വിമുക്ത കേരളത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് വിമുക്തി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്കായി സർക്കാർ അന്ന് 5 വർഷം കൊണ്ട് ചിലവാക്കിയത് 35,15,00,000 രൂപ. ഈ പദ്ധതി പ്രകാരം എത്ര പേർ മദ്യത്തിൽ നിന്നും വിമുക്തി നേടി എന്നതിന് പദ്ധതി നടത്തിപ്പുകാരുടെ കയ്യിൽ കണക്കില്ല. വിമുക്തി പദ്ധതി ആരംഭിക്കുമ്പോൾ കേരളത്തിൽ 30 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2025 ഒക്ടോബർ 15 കണക്കനുസരിച്ച് കേരളത്തിൽ ഇന്ന് 2761 ബാറുകളുണ്ട്. ഇത് 2023 അപേക്ഷിച്ച് 8.89% വർധനവാണ്. ഈ സ്ഥലങ്ങളിൽ 2631 ബാറുകൾ, അതായത് കേരളത്തിലെ മൊത്തം ബാറുകളുടെ 95.29% ഒരു ഉടമയുടെ കീഴിലാണ്. ബാക്കിയുള്ള 130 എണ്ണം, അതായത് 4.71% വലിയ ബ്രാൻഡുകളുടെ ഭാഗമാണ്. ഒരു വശത്ത് വിമുക്തി പോലുള്ള പദ്ധതികളുടെ ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി കോടികൾ ചിലവഴിക്കുന്ന സർക്കാർ, മറുവശത്ത് വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് മദ്യ കമ്പനികളുടെ ഇത്തരം നിയമവിരുദ്ധ നീക്കങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു. പുതിയതായിട്ട് നിർമ്മിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കാൻ ബിവറേജ് കോർപ്പറേഷൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്ന പാരിതോഷികം മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടത്തുന്ന ഈ നീക്കം രാജ്യത്തൊരിടത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിശ്ചയമായും ബിവറേജ് കോർപ്പറേഷൻ ഈ നീക്കത്തിൽ നിന്ന്, ഈ നടപടിയിൽ നിന്ന് പിന്മാറണം. നിശ്ചയമായിട്ടും വകുപ്പ് ഭരിക്കുന്ന മന്ത്രി MP രാജേഷ് ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇതൊരു സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് ആണ്, ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് ആണ്. മദ്യത്തിനു പരോക്ഷമായോ പ്രത്യക്ഷമായോ പരസ്യം പാടില്ല എന്ന് നിയമവ്യവസ്ഥ നിലനിൽക്കെ നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കൊച്ചുകുട്ടികളെ പോലും മദ്യപാനം അത്ര മോശകരമല്ല എന്ന് തോന്നിപ്പിക്കാൻ തക്കവിധം ഈ ഒരു നീക്കം നടത്തുന്നത് നിശ്ചയമായിട്ടും സർക്കാർ പിൻവലിക്കണം. ആ നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവലിക്കണമെന്നാണ് KCBC മദ്യസമിതിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കുട്ടികളെ പോലും ഇതിന് മത്സരത്തിൽ കുട്ടികൾ പോലും പങ്കെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. പാരിതോഷം കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് പ്രചാരം ലഭിക്കാനും ഒക്കെയായി നിശ്ചയമായും നമ്മുടെ കുട്ടികൾ പോലും ഈ മത്സരത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ 10 വർഷമായി മദ്യവർജനം പറയുകയും മുട്ടിനും മദ്യശാല അനുവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. മദ്യപന്റെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് സർക്കാർ. അതുകൊണ്ട് ജനദ്രോഹപരമായ നയങ്ങളിൽ നിന്ന് ഈ സർക്കാർ പിൻവലിഞ്ഞേ മതിയാവും. ന്യൂ ഇയറിനോടനുബന്ധിച്ച്, പുതുവർഷത്തോടനുബന്ധിച്ച് മദ്യശാലകളുടെ സമയവും ദീർഘിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യമെന്താ? അബ്കാരി പ്രീണന നയം പോലെ KCBC മദ്യവിലക്ക് തോന്നിയാൽ, പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അതിനെ കുറ്റം പറയാനാവില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിശ്ചയമായിട്ടും ജനദ്രോഹപരമായ നയത്തിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, മദ്യ വകുപ്പ് മന്ത്രിയും അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷനും പിന്മാറണമെന്നാണ് KCBC മദ്യസമിതിക്ക് വീണ്ടും ആവശ്യപ്പെടുവാനുള്ളത്. മദ്യമൊഴുകുന്ന കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ടാക്സ് വരുമാനത്തിൽ മാത്രമാണ് സർക്കാരിന്റെ കണ്ണ്. ലഹരി വിരുദ്ധ പോരാട്ടം വെറും പ്രദർശന വസ്തുവായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയ വഴിയും ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വഴി യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലഹരിയുടെ ലോകത്തേക്ക് ആകർഷിക്കാനാണ് കമ്പനികൾ ലക്ഷ്യമിടുന്നത്. ഒരു ബ്രാൻഡ് നാമം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നതിലൂടെ അത് ഉപഭോഗത്തിലേക്ക് നയിക്കുമെന്ന് കമ്പനികൾക്കറിയാം. മദ്യ കമ്പനികളുടെ ഈ വിപണന തന്ത്രത്തിന് മൗനാനുവാദം നൽകുന്നതിലൂടെ സർക്കാർ ഒരു വലിയ തലമുറയുടെ നാശത്തിനാണ് കൂട്ടുനിൽക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 47 പ്രകാരം
ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുക എന്നതും ലഹരി വസ്തുക്കളുടെ നിയന്ത്രണവും സർക്കാരിന്റെ പ്രാഥമിക കടമയാണ്. എന്നാൽ കേരളത്തിൽ സർക്കാർ തന്നെ ലഹരിയുടെ വിതരണക്കാരും പ്രോത്സാഹകരുമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. നിയമങ്ങൾ ലംഘിക്കുന്ന ഡിസ്റ്റിലറികളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് പകരം അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന സമീപനം തിരുത്തപ്പെടേണ്ടതുണ്ട്. മദ്യക്കമ്പനികളുടെ ലാഭക്കൊതിയും സർക്കാരിന്റെ നികുതി മോഹവും കൂടിച്ചേരുമ്പോൾ ബലിയാടാകുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. വരൾച്ച സാധ്യതയുള്ള എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി വരുന്നത് കടുത്ത ജലക്ഷാമത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കമ്പനിക്ക് ആവശ്യമായി വരുമെന്നാണ് കണക്കുകൾ. കമ്പനി വാങ്ങിയ 24 ഏക്കർ ഭൂമിയിൽ കുറച്ചുഭാഗം നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടതാണ്. ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും കണക്കിലെടുക്കാതെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ്. ചട്ടങ്ങൾ ലംഘിച്ചാണ് കമ്പനിക്ക് അനുമതി നൽകിയതെന്നും ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ബ്രൂവറി വിഷയത്തിലെ ഹൈക്കോടതി വിധിയെ ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കാരണം ബ്രൂവറിക്കെതിരായിട്ട് എലപ്പുള്ളി ബ്രൂവറിക്കെതിരായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി അനുമതി റദ്ദാക്കിയത്. അതിനകത്ത് സുതാര്യതയില്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, ഒരു പഠനവും നടത്താതെയാണ് ഇത് കൊണ്ടുവരുന്നത്. അതാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എക്സൈസ് മന്ത്രിയുടെ കറുത്ത കരങ്ങൾ ഈ എലപ്പള്ളി ബ്രൂവറിക്ക് പുറകിലുണ്ട്. ഈ സർക്കാരിന്റെ കറുത്ത കരങ്ങളുണ്ട്. അത് അഴിമതിയായിരുന്നു. ഡൽഹി മദ്യനയ കേസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് കേരളത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ ഇങ്ങനെ എലപ്പള്ളിയിൽ ബ്രൂവറി തുടങ്ങാൻ പോണ കാര്യം ഇന്ത്യയിൽ വേറൊരു കമ്പനി അറിഞ്ഞില്ല. ഇവര് മാത്രം അറിഞ്ഞു. ഇവരോട് മാത്രം ചർച്ച ചെയ്ത് ഇവരെ കൊണ്ടുവന്ന് അവർക്ക് മാത്രം കൊടുക്കാനുള്ള വലിയ അഴിമതിയാണ് അതിന്റെ പുറകിൽ നടന്നത്. അതാണിപ്പോ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി മദ്യവർജനം എന്ന പൊള്ളയായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ പുതുവർഷാഘോഷങ്ങളുടെ മറവിൽ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് സമാഹരണം ലക്ഷ്യം വെച്ചാണോ എന്ന് ജനം സംശയിക്കുന്നു. ലഹരിയുടെ കരാളഹസ്തത്തിൽപ്പെട്ട് തകർന്നടിയുന്ന കുടുംബങ്ങളെയും അതിന്റെ ദുരിതം പേറുന്ന ലക്ഷക്കണക്കിന് അമ്മമാരെയും സഹോദരിമാരെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. കേരളത്തെ ലഹരിമുക്തമാക്കുമെന്ന് പ്രസംഗിക്കുന്നവർ തന്നെ അബ്കാരി മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്നത് ലജ്ജാകരമാണ്. മാരക ലഹരി മരുന്നുകളുടെയും മദ്യത്തിന്റെയും വ്യാപനം മൂലം കേരളം ഒരു സാമൂഹിക ദുരന്തത്തിലേക്ക് നീങ്ങുമ്പോൾ ബാറുകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നത് ആരെ സഹായിക്കാനാണ്? ലഹരിയുടെ ഇരകളായി മാറിയ മക്കളെയും ഭർത്താക്കന്മാരെയും ഓർത്തു കരയുന്ന കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ക്ഷമയെയാണ് ഈ സർക്കാർ പരീക്ഷിക്കുന്നത്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി പേരിടയിൽ മത്സരം നടത്തിയ ഡിസ്റ്റിലറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണം. ലഹരി വിമുക്ത കേരളം എന്നത് വെറും വാചക കസർത്ത് മാത്രമായി ഒതുക്കാതെ പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഭരണകൂടം സ്വീകരിക്കേണ്ടത്. ആധുനിക ജനാധിപത്യം നേരിടുന്ന വലിയൊരു സുരക്ഷാ ഭീഷണിയുടെ മുന്നറിയിപ്പാണിപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിറയുന്നത്. സമാധാനത്തിന്റെയും മാനവികതയുടെയും പേരിൽ പാവപ്പെട്ട പാലസ്തീൻ ജനതയ്ക്കായി സമാഹരിച്ച കോടിക്കണക്കിന് രൂപ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് പകരം ഹമാസിന്റെ കൊലവിളികൾക്ക് കരുത്തേകാൻ ഉപയോഗിക്കപ്പെടുന്നു എന്ന കണ്ടെത്തൽ ലോകത്തെ നടുക്കിയിരിക്കുന്നു. ഇസ്രായേൽ വിരുദ്ധ വികാരങ്ങൾ ആളിക്കത്തിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും രാഷ്ട്രീയ മാധ്യമ സ്വാധീനം ഉപയോഗിച്ച്
ഭീകരവാദത്തിന്റെ ചക്രങ്ങൾ ചലിപ്പിക്കുകയും ചെയ്യുന്ന ഈ നിശബ്ദ അധിനിവേശം യൂറോപ്പിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. കഴിഞ്ഞ 2 വർഷമായി ഇറ്റാലിയൻ സമൂഹത്തിൽ പടരുന്ന ഇസ്രായേൽ വിരുദ്ധ വികാരങ്ങളും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാശ്ചാത്യ ലോകം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ സൂചനയാണ്. ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം ഇസ്രായേൽ വിനോദസഞ്ചാരികൾക്കും പ്രാദേശിക ജൂത സമൂഹത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഇറ്റലിയിൽ ഭയാനകമായി വർദ്ധിച്ചു വരുന്നു. ഗാസയിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഏകപക്ഷീയമായ ആഖ്യാനങ്ങൾ പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും പാലസ്തീൻ അനുകൂല നിലപാടുകളുടെ മറവിൽ UN സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അൽബാനീസിനെ പോലെയുള്ളവർക്ക് വലിയ അംഗീകാരങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പാലസ്തീനിലെ പാവപ്പെട്ടവർക്കായി മാനവിക സഹായം എന്ന പേരിൽ സമാഹരിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപ ഹമാസ് തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾക്കായി വകമാറ്റി ഉപയോഗിച്ചു എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഈ സംഭവ വികാസങ്ങളുടെ മറ്റൊരു ഭീകരമുഖം തുറന്നു കാട്ടുന്നു. ഡിസംബർ 27-ന്, അതായത് റോം വിമാനത്താവളത്തിലെ ഭീകരാക്രമണത്തിന്റെ 40ാം വാർഷികത്തിൽ ഇറ്റാലിയൻ അധികൃതർ ഒരു വലിയ ഭീകരവാദ ശൃംഖലയെ പുറത്തു കൊണ്ടുവന്നു. പാലസ്തീനിലെ പട്ടിണി പാവങ്ങൾക്കും കുട്ടികൾക്കും ഭക്ഷണം നൽകാനെന്ന പേരിൽ സമാഹരിച്ച ഏകദേശം 7 ദശലക്ഷം യൂറോ ഹമാസിന്റെ ആയുധങ്ങൾ വാങ്ങുന്നതിനും ഭീകരരുടെ ശമ്പളം നൽകുന്നതിനുമാണ് ഉപയോഗിച്ചത്. ഇസ്രായേൽ വിരുദ്ധർ ഇറ്റലിയിൽ സംഘടിപ്പിച്ച ഈ ഫണ്ട് ശേഖരണം യഥാർത്ഥത്തിൽ ഭീകരവാദത്തിന്റെ ചക്രം ചലിപ്പിക്കാനാണ് ഉപയോഗിക്കപ്പെട്ടത്. അറസ്റ്റിലായ പ്രതികൾക്ക് ഇറ്റലിയിലെ പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ഗൗരവകരമായ വസ്തുതയാണ്. രാഷ്ട്രീയക്കാരൊത്തുള്ള ചിത്രങ്ങൾ, പാർലമെന്റിലെ സന്ദർശനങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥരും മേയർമാരും പങ്കെടുത്ത സമ്മേളനങ്ങൾ എന്നിവ ഈ പ്രതികളുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. ഒരു പാർലമെന്റ് അംഗം തന്നെ ഈ പ്രതികൾ സംഘടിപ്പിച്ച യാത്രകളിൽ പങ്കെടുക്കുകയും ഇവർക്ക് പണം നൽകുവാൻ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനു പുറമെ ഇൻഫോപാൽ എന്ന വാർത്താ ഏജൻസിയുടെ ഡയറക്ടറായ ഒരു ഇറ്റാലിയൻ പത്രപ്രവർത്തകനും പിടിയിലായിട്ടുണ്ട്. ഹമാസിന്റെ പ്രചാരണങ്ങൾ ഇറ്റലിയിൽ പ്രചരിക്കുന്നതിനായി ഇയാൾ പ്രതിമാസം പണം കൈപ്പറ്റിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഇസ്രായേൽ വർഷങ്ങളായി ഈ വ്യക്തികളെയും സംഘടനകളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. പത്രപ്രവർത്തകരുടെ അന്വേഷണങ്ങളിലും ഈ ബന്ധങ്ങൾ വെളിപ്പെട്ടിരുന്നു. എന്നാൽ ഇറ്റാലിയൻ രാഷ്ട്രീയത്തിലെ ഒരു വിഭാഗവും അന്താരാഷ്ട്ര സമൂഹവും ഇതിനു നേരെ കണ്ണടയ്ക്കുകയായിരുന്നു. ഇത്തരം ഭീകരവാദ ശൃംഖലകൾ ഇറ്റലിയുടെ അതിർത്തിക്കപ്പുറം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും സജീവമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ഹമാസിന്റെ ഖജനാവിലേക്ക് ഒഴുകുന്ന പണത്തിന്റെ അളവിപ്പോൾ കണ്ടെത്തിയതിനേക്കാൾ വളരെ കൂടുതലാകാൻ സാധ്യതയുണ്ട്. മനുഷ്യാവകാശത്തിന്റെയും മാനുഷിക സഹായത്തിന്റെയും മുഖംമൂടി അണിഞ്ഞാണ് ഭീകരവാദ സംഘടനകൾ യൂറോപ്പിൽ പ്രവർത്തിക്കുന്നത് എന്നത് ഈ കേസ് തെളിയിക്കുന്നു.
പാലസ്തീൻ സംഘടനകളുടെ അക്രമങ്ങളെ ന്യായീകരിക്കുകയും സെമിറ്റിക് വിരുദ്ധത വളർത്തുകയും ചെയ്യുന്ന യൂറോപ്യൻ സിവിൽ സൊസൈറ്റിയുടെ കണ്ണു തുറപ്പിക്കുവാൻ ഈ സംഭവം ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാനുഷിക ലക്ഷ്യങ്ങൾക്കപ്പുറം അക്രമാസക്തമായ രാഷ്ട്രീയ അജണ്ടകളാണ് ഇതിന് പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. പാലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു പകരം സംഘർഷം നിലനിർത്തുവാനും ഭീകരവാദികളെ ഭരണത്തിൽ തുടരാനുമാണ് ഈ പണം സഹായിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദാതാക്കളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അവകാശപ്പെടുന്നതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനാൽ യൂറോപ്പിൽ നിന്ന് ഒഴുകുന്ന ഓരോ പൈസയും എവിടെ എത്തുന്നുവെന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്.